മക്കളെ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു അല്ലെ. തേർഡ് അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് എത്ര സീറ്റാണ് വേക്കന്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കും മക്കൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 4688 സീറ്റ് മാത്രമേ വേക്കന്റ് ആയിട്ടുള്ളൂ. അതായത് ഏകദേശം 3,17,596 സീറ്റായിരുന്നു ഉള്ളത്. അതിൽ 3,12,908 സീറ്റും അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് വരുന്നത് 4,688 സീറ്റ് മാത്രമാണ് ബാലൻസ് വരുന്നത്, വേക്കൻസി വരുന്നത്. ഈ സീറ്റിലേക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 4,688 സീറ്റിലേക്കാണോ ഇനി സപ്ലിമെന്ററി ഉള്ളൂ? അങ്ങനെ കരുതണ്ട. അപ്പൊ തേർഡ് അലോട്ട്മെന്റിന് ശേഷം തേർഡ് അലോട്ട്മെന്റിൽ തന്നെ എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്തോളണമെന്നില്ല. നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ആ ബാക്കി വരുന്ന സീറ്റ് കൂടി ഇതിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. അതുപോലെ തന്നെ സീറ്റ് കുറവായതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സീറ്റുകളും സപ്ലിമെന്ററി അലോട്ട്മെന്റിലാണ് വരുന്നത്. 4,688 എന്നുള്ള ആ ചെറിയ നമ്പറിൽ മാത്രം ഒതുങ്ങൂല. ഗവൺമെന്റ് സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 10% സീറ്റൊക്കെ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. കാരണം അത്രയും കുട്ടികൾ, ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സോ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഈ സീറ്റിന്റെ കൂടെ ഇവിടെ നോൺ ജോയിനിങ് ആയിട്ടുള്ള സീറ്റും ഉണ്ടാവും, ഗവൺമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സീറ്റും ഉണ്ടാവും. അതുപോലെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ലൈവ് നാളെ കൃത്യം 7 മണിക്ക് RK ക്ലാസ്സസ് യൂട്യൂബ് ചാനൽ ഉണ്ടാവും. ആ ലൈവിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു.